ഹദീസാണ് കയ്യിലുള്ളത്. ഇത് ഈ വഴിക്ക് നീങ്ങിയിരിക്കുന്ന എല്ലാവരും പെട്ടിട്ടുണ്ട്. സിഹിറുമായി ബന്ധപ്പെട്ട് സംസാരിച്ച എല്ലാവരും പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനം ഒരാളും കൂടി ശ്രദ്ധപ്പെടുത്തിയട്ടെ. ഇതുമായി സംസാരിച്ച ഒരാളെ, ഒരു ബഹുമത പണ്ഡിതനുണ്ടല്ലോ നമ്മളെ കൂട്ടത്തില്, അയാളെ വിഷയത്തിൽ എവിടെ പെട്ടെന്നറിയോ? ക്രിസ്ത്യൻ പാതിരിയുടെ അരികിൽ. ക്രിസ്ത്യാനി ചോദിച്ചു അദ്ദേഹത്തിനോട് സ്നേഹസംവാദത്തിനിടയിൽ, നിങ്ങളുടെ കിതാബ്, അയാൾ പേരൊക്കെ പറയും, ബുഖാരിയില്, മുസ്ലിമില്, ഇത്ര നമ്പർ ഹദീസില് മുഹമ്മദ് നബി മാരണം ബാധിച്ച മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരിക്കുന്ന ആളാണ് എന്ന് പറയുന്നു. അങ്ങനെയുള്ള വ്യക്തിയാണ് അദ്ദേഹമെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എങ്ങനെ സ്വീകരിക്കും? പാസ്റ്റർ 2 or 3 തവണ ആവർത്തിച്ച് ചോദിച്ചിട്ട് ഇയാൾ പറഞ്ഞ മറുപടി എന്താണോ? പിന്നെ അക്ബർ അയാൾ പറഞ്ഞ മറുപടി, റസൂലിന്റെ കാലത്ത് സീർ ചെയ്യുന്ന ആൾക്കാർ ധാരാളം ഉണ്ടായിരുന്നു, പക്ഷെ റസൂല് സീർ ചെയ്യുന്ന ആളാണ്, മന്ത്രവാദിയാണ് എന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. ചോദിച്ചത് എന്താ? സീർ ഫലിച്ചു എന്നാണ് കേൾക്കുന്നത്, ശരിയാണോ? സീർ ചെയ്തോ ചെയ്യുന്നില്ല മറുപടി കേട്ടോളൂ. മറുപടി മാത്രമല്ല, അദ്ദേഹം മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരുന്നു എന്ന് ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്നു. ബുഖാരി 4/490, 4/400, 8ന്റെ വോളിയമാണ് പറയുന്നത്, 8/89, 8/400, 7/658, 660 മുതലായ, അതുപോലെ മുസ്ലിമില് 2/1888 ഈ ഭാഗങ്ങളൊക്കെ പറയുന്നേ ഇദ്ദേഹം മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരുന്നു പലപ്പോഴും. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ അവകാശവാദത്തിന് എന്ത് പ്രാധാന്യമാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. പക്ഷെ മന്ത്രവാദത്തിന് അടിമയായിരുന്നുള്ളതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. മന്ത്രവാദത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ. അദ്ദേഹം മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള ഒരാൾ തന്ന വചനം എങ്ങനെയാ വിശ്വസിക്കുന്നത്? അതാ ഞാൻ ചോദിച്ചത്. പിന്നെ ഉള്ളൊരു പ്രശ്നം മന്ത്രവാദത്തിൻ്റെതാണ്. മന്ത്രവാദം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. ആ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന മന്ത്രവാദികൾ നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം നിലനിന്നത്. അതല്ലാതെ അദ്ദേഹം മന്ത്രവാദിയാണെന്നോ അദ്ദേഹം മന്ത്രവാദം നടത്തിക്കൊണ്ട് നടന്നിരുന്നെന്നോ ഒരു ഹദീസിലുമില്ല, എവിടെയുമില്ല. മറിച്ച് അദ്ദേഹം നിലനിന്നിരുന്ന സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില കാര്യങ്ങൾ എടുത്തുദ്ധരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചോദ്യോത്തരം കേട്ടല്ലോ. മോന്റെ വാപ്പ കള്ള് കുടിക്കണമെന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. മറുപടി, നിന്റെ വാപ്പ എവിടെയും കള്ള് ഷാപ്പ് നടത്തണില്ല. റസൂൽ സിഹിർ ബാധിച്ച ആളാണെന്ന് ബുഖാരിയിലുണ്ടല്ലോ. സിഹിർ ബാധിച്ച ഒരാളുടെ വാചകങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നതാണ് പാസ്റ്റർ ചോദ്യം. അതിന് മറുപടി എന്താ? റസൂൽ സാഹിർ ആയിരുന്നു, മന്ത്രവാദിയായിരുന്നു എന്ന് ഒരു ഹദീസിലും ഇല്ല, ഒരു ആയത്തിലും ഇല്ല. ഇതെന്ത് എങ്ങനെ പറയേണ്ടി വന്ന്? ഹദീസ് ശരിക്കാണ്ട് പറഞ്ഞൂടെ? പറഞ്ഞു, ഹദീസ് ശരിക്ക് പറഞ്ഞു. പിന്നെ എവിടെയെന്നറിയോ? 4 കൊല്ലം കഴിഞ്ഞിട്ട്. ഇത് തിരുവനന്തപുരത്തുണ്ടായ സംഭവമാണ്. അതേ തിരുവനന്തപുരത്ത് 4 കൊല്ലം കഴിഞ്ഞിട്ട്, കഴിഞ്ഞ വർഷം ഇതേ മനുഷ്യൻ നടത്തിയിരിക്കുന്ന വേറൊരു മുഖാമുഖം. അതില് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ചോദിച്ച ചോദ്യമുണ്ട്. ഈ റസൂലിന് സിഹിർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസ് വെച്ച് ക്രിസ്ത്യാനികൾ ഞങ്ങളെ വല്ലാതെ വിഷമപ്പെടുന്നുണ്ട്. എന്താണ് മറുപടി? എന്താണ് ആ ഹദീസിന്റെ അവസ്ഥ എന്ന് ചോദിക്കുന്നു. ആ ചോദ്യത്തിന് പറയുന്ന ഒന്നാമത്തെ ഉത്തരം തന്നെ ശുദ്ധ കളവ. കേട്ടോളൂ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് യാസ്മിൻ, വള്ളക്കടവ് താമസം. വളരെ സമഗ്രമായ ഒരു പഠനമാണ് അൽഹംദുലില്ലാഹ് ഇതുവരെ കേൾക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇന്നും ഇസ്ലാമിന്റെ ശത്രുക്കളായ ധാരാളക്കണക്കിന് ക്രൈസ്തവ ജൂതന്മാർ നമുക്കെതിരെ ആയുധമായി പ്രയോഗിക്കുന്ന ഒരു ഹദീസുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ ഒരു ഹദീസ്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അദ്ദേഹം മാരണം ബാധിച്ചവനാണെന്നും ഏതോ ഒരു കിണറിൽ ഏതോ ഒരു ജൂതൻ കൊണ്ടിട്ട മുടിയും പൂവും കാരണം 6 മാസത്തോളം അദ്ദേഹത്തിന് ചെയ്ത കാര്യങ്ങൾ ചെയ്യാത്തവ ചെയ്തതായും തോന്നിയതായിട്ടും ഒക്കെ ഹദീസുകളിൽ കാണാമെന്ന് ഇന്നും അവർ വാദിക്കുന്നു. അത്തരം ആളുകൾക്കിടയിൽ ദഅവത്ത് നടത്തുന്ന ഒരു എളിയ പ്രവർത്തനം എന്ന നിലയ്ക്ക് പലതവണ ഞാൻ ഉത്തരം മുട്ടിപ്പോയ ഈ ചോദ്യത്തിന് ഈ ഒരു അവസരത്തിൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. അവരുടെ ഈ വിമർശനത്തിന് എന്തെങ്കിലും അടിത്തറയുണ്ടോ? സഹീഹുൽ ബുഖാരിയുടെ ഹദീസ്, സിഹിർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാധിച്ചു എന്നുള്ള ഹദീസ്, അത് ഏറെ ക്രൈസ്തവ ജൂതന്മാരെടുത്ത് ഇസ്ലാമിനെതിരെ പ്രയോഗിക്കുന്നു എന്നാണ്.
സത്യത്തിൽ അത് തന്നെ എൻ്റെ സുഹൃത്ത് ചോദ്യം ചോദിച്ച സുഹൃത്തിന്റെ തെറ്റിദ്ധാരണയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ച ക്രൈസ്തവ ജൂതന്മാരൊന്നും തന്നെ പ്രവാചകനെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു വിമർശനമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിനെതിരെയുള്ള ഒരു വിമർശനമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു എന്ന കാര്യത്തിനുള്ളൊരു വിമർശനമായി ഈ ഹദീസ് എടുത്തുദ്ധരിച്ചതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കേരളത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളുമായി ഒരുപാട് വിഷയങ്ങളിൽ പൊതുവേദികളിൽ വെച്ച് സംവാദം നടത്തുവാൻ അവസരം കിട്ടിയ എനിക്ക് ഈ വിഷയം പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമായി എടുത്തുദ്ധരിക്കപ്പെട്ടത് എന്റെ വ്യക്തിപരമായ അനുഭവത്തിലുമില്ല. എന്നാൽ മുസ്ലിം ലോകത്ത് മനസ്സിലായില്ലേ? ശുദ്ധ കളവ്. തിരുവനന്തപുരത്ത് നിന്ന് 3-4 വർഷങ്ങൾക്ക് മുമ്പ് അയാൾക്ക് നേരിട്ട് ചോദ്യം കേട്ടിട്ട് പാസ്റ്റർ നടത്തുന്ന എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ പുരോഹിതനടന്ന്. ഇപ്പോൾ പറയുന്നത് എന്താ? എന്റെ പ്രബോധന രംഗത്തെ ഇത്ര കാലത്തെ അനുഭവത്തിൽ ഈ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് മുഹമ്മദ് നബിക്കെതിരെയുള്ള ആക്ഷേപം ക്രിസ്ത്യാനികളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ പിന്നെ ഈ ഹദീസിനെ ന്യായീകരിക്കണം. ഞാനത് പറഞ്ഞത്, സിഹിറിൽ കൈ വെച്ചോനൊക്കെ പൊള്ളീന്, പൊള്ളാതെ രക്ഷപ്പെടില്ല. ഇത് അൽമനാറൊക്കെ വളരെ മുമ്പ് തന്നെ അതിന് ഫലമില്ല, യാഥാർത്ഥ്യമില്ല എന്നൊക്കെ പറഞ്ഞ് കൃത്യമായി എഴുതിയത് വെറുതെ ഒന്നുമല്ല. ഇപ്പോഴും അപ്പുറത്ത് പണ്ഡിതനായ മൂസ വാണിമല എഴുതിയിരിക്കുന്ന ലേഖനം, മൂസ വാണിമലും ജീവിച്ചിരിപ്പുണ്ട്, ആ ലേഖനവും ജീവിച്ചിരിപ്പുണ്ട് അൽമനാറിൽ. പഠിക്കണ്ടേ? അങ്ങനെ പലരും എഴുതിയിട്ടുണ്ട്. ഇവരുടെ തന്നെ നേതാവ് നമ്മളെ ആമയൂർക്കാരൻ അബ്ദുൽ ഹക്ക് സുലൈം എഴുതിയിട്ടുണ്ട്. ഇവരൊക്കെ എഴുതിയതാണ് വിഷയം അൽമനാർ തന്നെ. ഇതിൽ മറ്റാൾ പറഞ്ഞെന്താ? പണ്ട് മുതലേ സിഹിർ ഭരിക്കുന്ന നമ്മളെ വിശ്വാസം എന്നാ. പ്രവാചക തിരുമേനി പറഞ്ഞു സിഹിർ ഭരിക്കുന്നു വിശ്വസിക്കുന്ന സ്വർഗത്ത് പോലാന്ന്. അതേ പ്രവാചകർക്ക് സിഹിർ ഭരിച്ചിരിക്കുന്നു ആക്ഷേപിക്കുന്നവരോ? നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, ലോകത്ത് പ്രവാചക തിരുമേനിയെ ഇവിടെ പേരിൽ ഈ വാദം ആദ്യം ഉന്നയിച്ചാരാ? അന്നത്തെ മുശ്രിക്കുകൾ. ഇപ്പോൾ ക്രിസ്ത്യാനികൾ ഉദ്ധരിക്കുന്നു. ആ മുശ്രിക്കുകൾ ഉദ്ധരിച്ചപ്പോൾ അള്ളാഹുവിനെ പറ്റി പറഞ്ഞ അവർ അക്രമികളാണ്. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞ ആൾക്കാർ അതേ കാര്യം ഉന്നയിച്ചാൽ എങ്ങനെ അള്ളാഹ് അംഗീകരിക്കോ? കൃത്യല്ലേ? വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിലും സൂറത്ത് ഫുർഖാനിലും പറഞ്ഞു, ഇവർ പിന്തുടരുന്നത് കേവലം സിഹിർ ബാധിച്ചിരിക്കുന്ന മനുഷ്യനെ മാത്രമാകുന്നു എന്ന് അക്രമികൾ പറയുന്നു. അതും അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ എന്നാ ഖുർആൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലേക്ക് ആളുകൾ ഇങ്ങനെ ആകർഷിക്കപ്പെടുമ്പോ മക്കയിലെ മുശ്രിക്കുകൾ യോഗം ചേർന്നു. ഇതിന് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്? എങ്ങനെ പ്രതികരിക്കേണ്ടത്? യോഗം ചേർന്നവര് സ്വകാര്യ സംഭാഷണം. അതിൽ അവസാനം തീരുമാനിച്ചെന്താ? മുഹമ്മദ് ഈ പറയുന്നതൊക്കെ അള്ളാഹ് ഇറക്കിയതൊന്നല്ല, ആരോ മാരണം ചെയ്തിട്ട് തലക്ക് വട്ടായിട്ട് സുഖമില്ലാത്ത വർത്താനം പറയാണ്, അങ്ങനെ പറയാണ് മുഹമ്മദ് എന്ന് പറഞ്ഞേക്ക്. അങ്ങനെ അവർ പറയാൻ തുടങ്ങി, ഇത് നിങ്ങൾ പിന്തുടരുന്നത് കേവലം സിഹിർ ബാധിച്ചൊരു മനുഷ്യനെ മാത്രമാണ്. അഥവാ ഒരു മനുഷ്യന് സിഹിർ ബാധിച്ചിട്ട്, മന്ത്രവാദം ബാധിച്ചിട്ട്, മാരണം ബാധിച്ചിട്ട് തലക്കിലെക്കില്ല എന്നൊക്കെ വിളിച്ചു പറയാണ്. അത് സ്വീകരിക്കണ്ട എന്നിട്ട് അള്ളാഹു പ്രതികരിച്ചു, എങ്ങനെയാണ് പ്രവാചകരെ താങ്കൾക്ക് അവർ നൽകിയിരിക്കുന്ന ഉപമകള്? ഇങ്ങനെ ഉപമിച്ചതിന്റെ പേരിൽ തന്നെ അവർ വഴിവഴച്ചിരിക്കുന്നു. മാത്രല്ല അവർ ഒരിക്കലും നന്നാകൂല. പ്രവാചകർക്ക് സിഹിർ ബാധിച്ചു എന്ന് പറയുന്ന ആളുകൾക്ക് 3 വിശേഷണം അള്ളാഹ് നൽകിയത്. 1, അവർ അക്രമികളാണ്. 2, അവർ വഴിവഴച്ചവരാണ്. 3, അവർ ഒരിക്കലും നന്നാവാൻ സാധ്യതയില്ലാത്തവരാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? എന്താ ടീം നന്നാത്ത? 2 ടീം നന്നാവത്ത എന്താന്ന് ഉത്തരം കിട്ടിയാ? ആ സിഹിറിൽ നിന്ന് പോരണം, അപ്പോഴേ രക്ഷപ്പെടുള്ളൂ. ഇനി ഹദീസിന്റെ അവസ്ഥ എന്താ? അത് നമുക്കത് പരിശോധിക്കാമല്ലോ, സമയക്കുറവുണ്ട്. എന്നാലും ഒരു 2 വാചകത്തിൽ തന്നെ വിഷയം പറഞ്ഞു പോകണം. ആ ഹദീസ് ഒരാവർത്തി ശരിക്കൊന്നിന് വായിച്ച് അർത്ഥം വെച്ചാൽ മതി. എന്നാൽ ലേശം സ്വബോധമുള്ള ആൾക്ക് അവിടെ തന്നെ മനസ്സിലാവും ഇതിൽ അപകടം ഉണ്ടെന്നുള്ളത്. ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മതി. ആ ഹദീസ് തുടങ്ങുന്നത് എങ്ങനെയാ? ബനൂ സുറൈഖ് ഗോത്രത്തിൽപ്പെട്ട ലബീദ് ഇബ്നു അസം എന്ന് പറയുന്ന ആള് റസൂലുള്ളാഹിക്ക് സീർ ചെയ്തു. അങ്ങനെ സീർ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചു, ചെയ്യാത്ത കാര്യം ചെയ്യുന്നത് പോലെ തോന്നി. ചെയ്യാത്ത കാര്യം ചെയ്യുന്നത് പോലെ തോന്നി എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് ഭ്രംശം സംഭവിച്ചു. അത്ര
അത്രയും ഭാഗം ശരിയാണെങ്കിൽ പിന്നെ ബാക്കി പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റുമോ? ബാക്കി ആരാ പറയുന്നത്? ബുദ്ധിക്ക് ഭ്രംശം സംഭവിച്ച ആള്. അത് സ്വീകരിക്കാൻ പറ്റുമോ? അത് ശരിയെന്ന് പറയാൻ പറ്റുമോ? ആ ബാക്കിയിലാണ് എന്തുള്ളത്? ഇത് സിഹിർ ഫലിച്ചതാന്നൊക്കെ പിന്നെ പറയുന്നത്. സിഹിർ ഫലിച്ചതാണ് എന്ന് പിന്നീടാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അന്തല്ലാത്തൊരവസ്ഥയിലാണ് ഈ വിഷയം പറയുന്നത്. ആയിഷ ബി ധരിക്കുന്ന റിപ്പോർട്ട് അതിൽ പറഞ്ഞാൽ എന്താ അറിയോ? ഇങ്ങനെ റസൂലുള്ള ചെയ്യാത്ത കാര്യം ചെയ്തത് പോലെ തോന്നി. മറ്റൊരു റിപ്പോർട്ടുള്ളത് ഏത് ഭാര്യന്റെ അടുത്തേക്ക് പോയി എന്നറിഞ്ഞില്ല, പോയോ അല്ലെന്ന് ഉറപ്പില്ല, ഭാര്യമാരെ പോലും തിരിച്ചറിയാത്ത അവസ്ഥ ഉണ്ടായി. ആ അവസ്ഥയിൽ, അങ്ങനത്തെ അവസ്ഥയിൽ ഒരു രാത്രിയിലോ ഒരു പകലിലോ റസൂൽ എന്റെ അരികിലായിരുന്നു. അപ്പൊ റസൂൽ ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിനൊക്കെ റസൂൽ ചോദിച്ചു ആയിഷാബിനോട്, ആയിഷ, അല്ല ആയിഷ, അള്ളാഹു നീ അറിഞ്ഞോ, അള്ളാഹുവിനോട് ഞാൻ ഫത്വ ചോദിച്ച കാര്യത്തിൽ അല്ല എനിക്ക് ഫത്വ നൽകി, മതവിധി നൽകി. എന്നിട്ട് പറയാ, എന്റെ അരികിൽ രണ്ടാളുകൾ വന്നു. ഒരാള് തലയുടെ അരികിലിരുന്നു, ഒരാൾ കാലിന്റെ അരികിലിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാണ്. ഒരാൾ അടുത്താട് ചോദിച്ചു, ഈ മനുഷ്യന്റെ പ്രയാസം എന്താണ്, വേദന എന്താണ്? അപ്പൊ ഇയാൾ മറുപടി, അയാൾക്ക് സിഹിർ ബാധിച്ചതാണ്. ആരാ സിഹിർ ചെയ്തത്? ലബീദ് ഇബ്നു അസ്മാണ്. എന്തിലാ ചെയ്തത്? ചീർപ്പ്, മുടിക്കെട്ട്, അതുപോലെ ഈത്തപ്പനയുടെ ആൺകുലയുടെ പോള, ഈ 3 കാര്യത്തിലാണ് സിഹിർ ചെയ്തത്. എന്നിട്ട് അത് അവിടെ കൊണ്ടുപോയിട്ടു. എവിടെ ഉള്ളത്? അത് ദർവാൻ എന്ന കഴുത്തിലാണ്. ഇത്രയും ഭാഗം എന്താ സംഭവം? ആദ്യം പറഞ്ഞത് ചെയ്യാത്തത് ചെയ്ത പോലെ തോന്നി, ചെയ്തത് ചെയ്യാത്ത പോലെ തോന്നി. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് റസൂൽ പറയുന്നത്, എന്റെ അടുത്ത് രണ്ടാൾ വന്നു, അവർ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചോ, ആ സംസാരത്തിലാണ് പറഞ്ഞത് സിഹിർ ബാധിച്ചാണ്. അപ്പൊ തന്നെ ഒഴിഞ്ഞില്ലേ? ഇനി അടുത്ത ഭാഗം കൂടി കേട്ട കംപ്ലീറ്റ് പോകും. അടുത്ത ഭാഗം എന്താ? ഈ ദർവാൻ എന്ന കിണറിന്റെ അടുത്തേക്ക് റസൂലുള്ള തന്റെ ജനങ്ങളിൽ നിന്ന്, തന്റെ സ്വഹാബികളിൽ നിന്ന് ഒരു പറ്റം ആളുകളെയും കൂട്ടി ആ കിണറിന്റെ അരികിലേക്ക് റസൂലുള്ള പോയി. ദർവാൻ കിണറിന്റെ അരികിലേക്ക് ഒരു കൂട്ടം സ്വഹാബികളെയും കൂട്ടിയാ പോയത്. തിരിച്ചു വന്നപ്പോ ആയിഷാബി ചോദിച്ചു, പിന്നെ ആയിഷാബിനോട് പറഞ്ഞു, ആയിഷ, ആ കിണറിലെ വെള്ളം മൈലാഞ്ചി കലക്കിയ പോലെ ഉണ്ട്, അപ്പൊ സിഹിർ കിണറിനും ബാധിച്ചു. പിന്നെ അതിലെ ഈത്തപ്പനയുടെ തല ശൈത്താന്റെ തല പോലെ ഉണ്ട്, ഇങ്ങനെ മണ്ടരി ബാധിച്ചിട്ടുണ്ട്. എന്റെ ഒരു സംശയം, നിങ്ങൾക്ക് ഇന്നകളും പരിചയം ഉണ്ടാവും, ഈ വെള്ളത്തിൽ ഈത്തപ്പന മുളച്ചു വരുമോ? അതിങ്ങനെ കൊലച്ചൊക്കെ വരുമോ വെള്ളത്തിൽ? മരുഭൂമിയിലെല്ലാം ഉണ്ടാവില്ല. കിണറിലെ വെള്ളത്തിനാണ് ഈത്തപ്പന ഉള്ളത്. ഇരിക്കട്ടെ, നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. ആയിഷാബിന് ചോദ്യം, എന്നിട്ട് നിങ്ങൾ പുറത്തെടുത്തെന്ന് ചോദിച്ചു ഈ സാധനങ്ങൾ. റസൂൽ പറഞ്ഞു, എന്റെ അസുഖം ഭേദമായി, പിന്നെ വെറുതെ ഒരു കുഴപ്പമുണ്ടാക്കണ്ടല്ലോ ജനങ്ങൾക്കിടയിൽ, ഞാനത് മൂടാൻ പറഞ്ഞു, അത് മൂടിയും. അപ്പുറത്തെ ഹദീസിലോ ഭാര്യമാരെ തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞ ഹദീസ് എന്താ ഉള്ളവരോ? മൂടിക്കല്ല, പുറത്തെടുത്തേക്കാണ്. വൈരുദ്ധ്യം ഒന്ന്. പക്ഷെ അടിസ്ഥാനപരമായ സംഗതിയിലുണ്ട്. ഇമാം അമാനി മൗലവി പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന നബി ശരിയയും ഇസ്ലാം ശരീഅത്തിൽ അതിന്റെ സ്ഥാനവും എന്ന മലയാള പുസ്തകത്തിൽ ഹദീസുകൾ തള്ളിക്കളയുവാനുള്ള കാരണങ്ങൾ പറയുന്നിടത്ത് ഒരു കാരണം എന്താ അറിയോ? ഒരു ഹദീസ് ഇങ്ങനെ വായിച്ചാൽ കേട്ടാൽ തന്നെ മനസ്സിലാവും, ഒരുപാട് ആളുകൾ ഈ ഹദീസ് ഉദ്ധരിക്കുവാൻ സാധ്യതയുണ്ട്, പക്ഷേ ഒരാൾ മാത്രമാണ് ഉദ്ധരിച്ചത്, എന്നാ തള്ളിക്കളയണം. ഈ ഹദീസിൽ എന്താ ഉള്ളത്? അതാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ നാസിൻ മിൻ അസ്ഹാബിഹി, തന്റെ സ്വഹാബികളിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളെയും കൂട്ടി റസൂലുള്ള ആ കിണറിലേക്ക് പോയി. എന്ന് പറഞ്ഞാൽ റസൂലക്ക് സിഹിർ ബാധിച്ചതാണെങ്കിൽ ആ സംഭവവും ഈ കിണറിൽ പോയതും എല്ലാം ഒരാളല്ല അറിഞ്ഞത്, ഒരു പറ്റം സ്വഹാബികൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് എത്ര റിപ്പോർട്ട് വരണതില് എത്ര ആളുകൾ ഉദ്ധരിക്കണം? മുത്തവാത്തിറായി തന്നെ വരുമല്ലോ. പക്ഷെ ഇല്ല എന്ന് മാത്രമല്ല, ഇത് ഉദ്ധരിച്ചാരാ? റസൂലുള്ള മരണപ്പെട്ട് 51-ാമത്തെ കൊല്ലം ജനിച്ച ഒരു മനുഷ്യൻ, ഹിഷാം എന്ന് പറയുന്ന മനുഷ്യൻ, ഹിഷാം ഇബ്നു ഉർവ, അദ്ദേഹത്തിന്റെ 75-ാമത്തെയോ 80-ാമത്തെ വയസ്സിലാണ് ഈ വിഷയം ഉദ്ധരിക്കുന്നത്. ആ സനദിനെ കുറിച്ച് ഇമാം ഇബ്നു ഹജർ അസ്കലാനി ഫത്ഹുൽ ബാരിയുടെ മുഖദ്ദിമയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെ സനദിലുള്ള റിജാലുകളിൽ ആക്ഷേപിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞിട്ട് അതിൽ ഇദ്ദേഹത്തിന്റെ പേരെടുത്തിട്ട് പറഞ്ഞാൽ അറിയോ? ഹിഷാം ഇബ്നു ഉർവ എന്ന വ്യക്തി നേരത്തെ സിഖത്തായിരുന്നു, വിശ്വസ്തനായിരുന്നു, കൊള്ളാവുന്ന ആളായിരുന്നു, അയാളുടെ ഹദീസ് സ്വീകരിക്കാമായിരുന്നു. എന്നാൽ അയാൾ ഇറാഖിലേക്ക് താമസം മാറ്റിയ ശേഷം എന്ന് പറഞ്ഞാൽ അയാളുടെ വാർദ്ധക്യ സമയത്ത് അയാളുടെ ഓർമ്മശക്തി കുറഞ്ഞു. അതുകൊണ്ട് തന്നെ അയാളുടെ ഹിഫ്ള് മറഞ്ഞുപോയി. ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ പിതാവിൽ നിന്ന് കേൾക്കാത്ത കാര്യം കേട്ടതായി ഉദ്ധരിക്കുമായിരുന്നു. അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ നാട്ടുകാർ അദ്ദേഹത്തെ വിമർശിക്കാറുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് നേരത്തെ നല്ല ഉഷാറാണ്, പക്ഷെ പിന്നീട് അവസാനം വന്നപ്പോ അയാൾക്ക് ചന്നിയായി. ഇവിടെ സംഭവിച്ചു ചേർക്കെന്താ? ഹിഷാം എന്ന വ്യക്തിക്ക്
താൻ കേൾക്കാത്തത് കേട്ട പോലെ തോന്നി, പറയാത്തത് പറഞ്ഞ പോലെ തോന്നി, ചെയ്യാത്തത് ചെയ്യ പോലെ തോന്നി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ചന്യായി. ആ ചന്യായ സമയത്ത് അയാൾ റസൂലിനെ കുറിച്ച് പറഞ്ഞാണ് എന്ത്? റസൂലുള്ളാഹിക്ക് ചെയ്യാത്തത് ചെയ്ത പോലെ തോന്നി. ഇതാണ് വിഷയം. അപ്പൊ ഇത് ഈ സമയത്ത് ഉദ്ദേശിച്ചത് എങ്ങനെ മനസ്സിലാവും? ആ റിപ്പോർട്ടിലെ വാക്കിലെ വ്യക്തികളെ പരിശോധിക്കുക. അവർ ഇറാഖുകാരാണ്, ഒരാളൊഴികെ. ഇതാണ് ഇബ്നു ഹജർ അസ്കലാനി രേഖപ്പെടുത്തിയത് ഇയാളെ കുറിച്ച്. അപ്പോ ഇവർ ചോദിക്കാറുണ്ട്, ഇതേ മനുഷ്യനിലൂടെ ഉദ്ധരിക്കപ്പെട്ട 120ഓളം ഹദീസിന്റെ ബുഖാരിയിൽ തള്ളണ്ട. കാരണം എന്താ? ആ മനുഷ്യൻ ആദ്യകാലത്തെ സിഖത്താണ്, യോഗ്യനാണ്, വിശ്വസ്തനാണ്, ഹദീസ് സ്വീകരിക്കാം. പക്ഷെ അവസാന കാലത്ത് അദ്ദേഹത്തിന് മറവി സംഭവിച്ചു. ആ ഘട്ടത്തിൽ തന്റെ പിതാവിൽ നിന്ന് കേൾക്കാത്ത കാര്യം കേട്ടതുപോലെ ഉദ്ധരിക്കാറുണ്ടായിരുന്നു. ആ പിതാവിൽ നിന്നാണ് ഉദ്ധരിച്ചത്. ഹിഷാമിൻ അൻ അബീഹി, ഹിഷാം തന്റെ പിതാവ് എന്നായി സംഭവം ഉദ്ധരിച്ചിട്ടുള്ളത്. മറ്റു പ്രമുഖരായ സ്വഹാബികളൊന്നും ഇതിലില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം തള്ളിക്കളയണം. അപ്പൊ ഒരു പ്രശ്നം, ഇത് ഉദ്ധരിച്ചത് ഇമാം ബുഖാരി അല്ലേ? ഇമാം ബുഖാരിക്ക് അബദ്ധം പറ്റുമോ? നമ്മൾ മനസ്സിലാക്കേണ്ടെന്നാ. ഇമാം അബു ഹമീദ് ഗസ്സാലി തന്റെ മുസ്തസ്ഫയിൽ രേഖപ്പെടുന്നുണ്ട്, 4 ഖലീഫമാർ ഏകോപിച്ചൊരു വിഷയം പറഞ്ഞാൽ, ഒരു അഭിപ്രായം പറഞ്ഞാൽ അതുപോലും മതത്തിൽ തെളിവല്ല. കാരണം അവർ മഅ്സൂമുകളല്ല, അബദ്ധങ്ങൾ പറ്റാൻ സാധ്യതയുണ്ട്. ഖലീഫമാരെ കുറിച്ചാണ് പറഞ്ഞത്. എങ്കിൽ ഖലീഫമാർക്കൊക്കെ ശേഷം, സ്വഹാബികൾക്ക് ശേഷം വന്നിരിക്കുന്ന ഇമാം ബുഖാരി മഹാനാണ്, പണ്ഡിതനാണ്, മുഹദ്ദിസാണ്, ത്യാഗിവര്യനാണ്, ഒരുപാട് സേവനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്. പോരായ്മകൾ, അബദ്ധങ്ങൾ, പാളിച്ചകൾ സ്വാഭാവികമായി സംഭവിക്കാം. അത് ഇവിടെയും സംഭവിച്ചു എന്ന് മനസ്സിലാക്കണോ? അതല്ല റസൂലുള്ളാഹിക്ക് പിഴവ് പറ്റി എന്ന് മനസ്സിലാക്കണോ?